വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ഒന്നും ഉണ്ട് കേട്ടോ. വീഡിയോ ഞാൻ ഇന്ന് ഇടാൻ വേണ്ടിയിട്ട് ഇന്ന് എഡിറ്റ് ചെയ്തതും വീഡിയോ എടുത്ത് വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ സത്യം പറയാനില്ലേ, അതൊന്നും ഇടാൻ തോന്നുന്നില്ല. നമ്മളെ യൂട്യൂബ് ഫോൺ ഇങ്ങനെ തുടങ്ങി യൂട്യൂബ് തുടങ്ങിയാലും ഫേസ്ബുക്ക് നോക്കിയാലും ഏത് നോക്കിയാലും ഇപ്പം നമ്മളെ നിദ ഫാത്തിമാൻ്റെയും ഫിദ ഫാത്തിമാൻ്റെയും ഓരൊക്കെ മരണ വാർത്തയാണ് നമ്മൾ കാണുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ അപകടത്തിലുള്ള വീഡിയോ ഒന്നും ഞാൻ കാണൂല കേട്ടോ. യൂട്യൂബിൽ എന്തിൽ കണ്ടാലും ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. ഞങ്ങൾക്ക് അങ്ങനെ കണ്ടെടുക്കാനൊന്നും പറ്റുമെന്നില്ല, ഞാൻ അങ്ങനെ കാണുമെന്നില്ല. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ എന്താക്കി പറയുമ്പോൾ അത് നോക്കി കുറേ കരഞ്ഞ് കടന്നു വയ്യ. ശരിക്കും പറഞ്ഞാൽ കണ്ട് നിൽക്കാൻ അത് പറ്റൂല. നമ്മളെ മക്കളെ നേരം വെളുത്തടിച്ച് ഓർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഓരെല്ലാം ഒരുക്കി അല്ല എന്ത് പ്രതീക്ഷയിലാണ് നമ്മൾ പറഞ്ഞയക്കണതും പഠിപ്പിക്കണതും. അതൊക്കെ നമ്മൾ എന്തൊരു പ്രതീക്ഷയിലാണല്ലേ. നമ്മളെ മക്കൾ തിരിച്ച് വരുമ്പോഴത്തേന് നമുക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം. അവർ വരുമ്പോഴത്തേന് നമ്മൾ എന്താ ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ വിചാരിച്ച് പ്രതീക്ഷയോടെ കാത്തുക്കുകയാണല്ലേ. നമ്മളെ മക്കൾ മദ്രസ് പോകുകയാണെങ്കിലും സ്കൂളിൽ പോയിട്ട് വരികയാണെങ്കിലും നമുക്കൊരു 5 മിനിറ്റ് നേരെ ഇങ്ങ് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിങ്ങനെ പിടക്കും. എന്തായിരിക്കും കാണാത്ത പഠിച്ചോനെ, മക്കളെന്താ കാണാത്ത. അതുപോലെ നമ്മളെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻകാർ കയറുകയാണെങ്കിലും കുട്ടികളൊന്ന് വന്നാൽ മതിയായിരുന്നു, എന്നാൽ ഒരു സമാധാനമാണ്. അല്ല എവിടെയെങ്കിലും ഒരു അപകടം കേട്ടാലും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. എവിടെയായിരിക്കും നമ്മളെ മക്കൾ, എവിടെയായിരിക്കും നമ്മളെ മക്കൾ, പഠിച്ചോനെ ഒന്നും പറ്റാതിരിക്കട്ടെ. ഇതേപോലെ ഓരോ ഉമ്മമാരും ഉപ്പമാരും എല്ലാവരും അങ്ങനെ തന്നെയാണല്ലേ ചിന്തിക്കുക. നമ്മളെ ജീവിതം തന്നെ എന്താ നമ്മളെ മക്കൾക്കും വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. പഠിച്ച റബ്ബേ, ആ വീഡിയോ നമുക്ക് നേരിട്ട് അറിയ പോലില്ല ഈ മക്കളെ. നമുക്കറിയാത്ത ആൾക്കാർ, എന്നാലും നമ്മളെപ്പോലത്തെ ഒരു ഉമ്മ, നമ്മളെപ്പോലത്തെ ഒരു ഉപ്പാൻ്റെയും മക്കളൊക്കെയാണ്. എത്രയോ അപകടങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. ദിവസത്തിൽ 1000കണക്കിന് ആക്സിഡൻറ്റും ആക്സിഡൻറ്റ് കേസുകളും എല്ലാ വിധത്തിലും മരണം ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് അറിയും, അറിയാത്ത. പക്ഷെ ഇത് വല്ലാത്തൊരു ഒരേ പ്രായത്തിലില്ലേ ഒരേ നാട്ടിൽ ഓരോ സുഹൃത്തുക്കളായ മക്കളാണ് ഈ പോയിന്. നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം വിധി. അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ആയസ്. ആയസ് തീർന്നിട്ടില്ല. അതിലൊരു കുട്ടി നോക്കാൻ രക്ഷപ്പെട്ടത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആയസ് തീർന്നിട്ടില്ലെങ്കിൽ ഏത് അപകടത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. എന്തോ പറയൂലേ, അള്ളാഹിൻ്റെ ആയസിൻ്റെ ഈ കല്ലിലിട്ട് ചതക്കിയാലും പോകൂലെന്ന്. അതുപോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതൊന്നും ഞാൻ കാണൂല. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോകളും ഞാൻ കാണൂല, എനിക്ക് കാണാൻ കഴിയൂല, ഞാൻ കാണൂല. പക്ഷെ ഇത് ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ കണ്ട് എനിക്ക് എന്തോ ഒരു നേരം വെളുത്തപ്പോൾ വിചാരിച്ചു ഇന്ന് ഞാൻ വേറെ ഒരു വീഡിയോ ഇടൂല. ഇവരെ പറ്റിയിട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയൊന്നുമില്ല. ഇനി നമ്മളെന്താക്കുക, എല്ലാവരും ഓരോരുത്തരും ഓരോ മാഫിറത്തിനും വേണ്ടി ദുആ ചെയ്ത്. കുഞ്ഞി പൈത മക്കളാണ്, ഒന്നും അറിയാത്ത കളിച്ച് ചിരിച്ച് നടന്ന് നമ്മളെ മക്കളെപ്പോലെ നടക്കണ്ട. എല്ലാവരും മക്കളെയും എല്ലാവരും പടച്ചോനെ അപകടത്തിൽ നിന്ന് കാത്തി രക്ഷിക്കട്ടെ. പെട്ടെന്നുള്ള മരണത്തിനെ തൊട്ട് പടച്ചിറങ്ങി നമ്മളെ എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. അതേപോലെ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടിയിട്ട് പടച്ചോന് മരിപ്പിക്കട്ടെ. ആ ഒരു ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും വേദന എന്താണല്ലേ, ആ ഒരു ഉമ്മ എങ്ങനെയാണ് സഹിക്കുക. അതിലൊരു കുട്ടീൻ്റെ ഉമ്മ കണ്ട് നിന്നാ പറയണം. ആ ഉമ്മ ഇനി ജീവിതകാലം മുഴുവനും ആ ഉമ്മ എങ്ങനെ ജീവിച്ച് തീർക്കുന്നില്ലത് അറിയൂല. നമുക്ക് പറ്റൂല, നമ്മളെ മക്കൾക്ക് എന്ത് പറ്റില്ല നമുക്കത് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണത്. എന്തായാലും അള്ളാഹു ആ ഉമ്മാനെയും ഉപ്പാനെയും ആ മക്കളെയും നാളെ സ്വർഗത്തിൽ ഒരുമിപ്പിച്ച് കൂട്ടട്ടെ. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല. സത്യം പറയാൻ നേരം പോലത്തനുസരിച്ചിട്ട് വേറെ ഒരു വീഡിയോ ചെയ്യാനും മനസ്സിലായി. ഞാൻ ഇത്ര ദിവസം കണ്ടിട്ടില്ല. 2-3 ദിവസത്തിൽ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കാണാൻ പറ്റുന്നു, ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ ഇന്ന് രാവിലെ എണിച്ചിട്ടും ഞാൻ ഒരു 5 മിനിറ്റ് ഇങ്ങനെ നോക്കി ഞാനത്. പക്ഷെ നോക്കും തോറും കണ്ണിന്നിങ്ങനെ നമ്മളറിയാതെ തന്നെ വെള്ളം വന്ന് പോവുകയാണ്. എന്താണ് ഓരോ ഉപ്പമാർക്കും അറിയാം അതിൻ്റെതായ മക്കൾ നഷ്ടപ്പെടുമ്പോഴുള്ളൊരു വേദന അതറിയാം. നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴും ഒക്കെ നമുക്ക് അറിയണതാണ്. അപ്പോൾ എല്ലാവരും പരസ്പരം അപ്പുറം ഇപ്പുറം എല്ലാവരും ദുആ ചെയ്ത്. മരണം നമുക്ക് എപ്പോഴും ഇല്ലതാണ്, അത് നമുക്ക് ഒരിക്കലും തടുത്തു നിർത്താൻ നമുക്ക് പറ്റുന്നതല്ല. അള്ളാഹു വിളിച്ച നമ്മളെ ആയസ്, നമ്മൾ ഒരിറ്റ് വെള്ളം തീർന്നാൽ നമ്മൾ പോവേണ്ടി വരും. എന്നാലും നമ്മളിരിക്കെ നമ്മളെ മക്കൾ പോകുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ലത്. ഒരിക്കലും സഹിക്കാൻ പറ്റൂല. ഉപ്പി പോണത് മക്കൾക്ക് സഹിക്കാൻ പറ്റൂല, മക്കൾ പോണത് ഉമ്മാക്കും ഉപ്പാക്കും സഹിക്കാൻ പറ്റൂല.
അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, അത്ര മാത്രമുള്ള. എനിക്കിന്ന് സത്യത്തിന് ശരിക്കും വീഡിയോ ഇടാനൊന്നും എനിക്ക് മനസ്സ് വരുന്നില്ല. ഒരു ഇത് വരുന്നില്ല, വേണ്ട. നമ്മളെ മക്കൾ തന്നെയല്ലേ, നമ്മൾ കണ്ടോരോ കാണാത്തോരോ അതൊക്കെ നമ്മളെ മക്കൾ അതേ ഏജും അതേ പ്രായം അതേ ഇതിലൊക്കെ പഠിക്കുന്ന മക്കളല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവർക്കും വേണ്ടി പരസ്പരം ദുആ ചെയ്യാം. എൻ്റെ ദുആ എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ എനിക്കും എൻ്റെ ഫാമിലിക്കും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.